നമുക്ക് വെറൈറ്റി രീതിയിൽ പുട്ടുണ്ടാക്കി നോക്കിയാൽ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് പുട്ടിന് വേണ്ടി നനച്ച് വെച്ച പൊടിയും തേങ്ങായും ഒക്കെ ഫില്ല് ചെയ്ത് പുട്ടിയിട്ട് ഇറക്കി വെക്കുക. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ രാവിലെ പുട്ടുണ്ടാക്കാൻ അതിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ച് കഴിഞ്ഞ് പാത്രം നോക്കിയപ്പം പുട്ടുവടം പൊട്ടിയിരിക്കുന്നു, ഇതിൻ്റെ അടപ്പും കാണുന്നില്ല. ഇതെല്ലാം എൻ്റെ ആമിക്കുഞ്ഞിൻ്റെ ലീലാവിലാസങ്ങളാണ്. അവർക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട, അടുക്കളയിലെ പാത്രങ്ങൾ മതി. എന്നിട്ട് നമ്മൾ പുട്ടുണ്ടാക്കണമല്ലോ, തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ, അതിന് വേണ്ടി നടത്തിയൊരു കണ്ടുപിടുത്തമാണിത്. ഇത് അടപ്പെന്ന് പറയുന്നത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെ കിട്ടുന്നൊരു പാത്രമാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള സുഷിരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആവി വരാൻ എളുപ്പമില്ല. അങ്ങനെ കുറച്ച് വന്നപ്പോഴത്തേക്ക് പുട്ടൊക്കെ വെന്ത് നല്ലതുപോലെ ആവി വന്ന് റെഡി ആയിട്ട് കിട്ടി. അങ്ങനെ വെറൈറ്റി രീതിയിൽ പുട്ടുണ്ടാക്കി. ഒരു പേടി ഉണ്ടായിരുന്നു പുട്ട് റെഡി ആകുമെന്ന്, പക്ഷെ നല്ല പുട്ട് അടിപൊളിയായിട്ട് കിട്ടി. അങ്ങനെ ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വെറൈറ്റി രീതിയിൽ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അതൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.